ഇന്ന് ഞാനും എൻ്റെ ചേച്ചിയും കൂടെ ഒരു കുഞ്ഞു യാത്രയ്ക്ക് പോകാം കേട്ടോ. അപ്പോൾ കുഞ്ഞു യാത്ര എന്ന് പറയുമ്പോൾ ദൂരത്തേക്കൊന്നുമല്ല, നമ്മൾ ഗുരുവായൂർ വരെയാണ് കേട്ടോ. അപ്പോൾ ഗുരുവായൂർ വരെ പോണത് എന്താണെന്ന് വെച്ചാൽ ചേച്ചി അവിടെ സൗദിയിൽ കുറച്ച് കുട്ടികളെ ഡാൻസ് പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അവർ അരങ്ങേറ്റത്തിൻ്റെ ഭാഗമായിട്ട് കേട്ടോ നമ്മളവിടെ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ചെന്ന പാടെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതെയാണ് വീട്ടിൽ നിന്ന് പോകുന്നുണ്ടായിരുന്നത്. അപ്പോൾ പഴയുടെ രുചിയിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് നല്ല മസാല ദോശയും ചായ കുടിച്ചിട്ട് നമ്മൾ നേരെ പിന്നെ റിഹേഴ്സൽ നടക്കുന്നിടത്തേക്ക് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ഗുരുവായൂർ ഈ പരിസരത്തൊക്കെ വന്ന ഉള്ളിൽ കയറാതെ, അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറാതെ പോകുന്നത് ഭയങ്കര സങ്കടമുള്ളൊരു കാര്യമാണല്ലേ. പക്ഷേ എനിക്ക് നമ്മൾ അതിനായിട്ട് പോയതല്ലല്ലോ, നമ്മൾ വേറൊരു പരിപാടിക്ക് പോയതാണല്ലോ. അപ്പോൾ വിവേണ്ണയും കൂട്ടിയിട്ട് പിന്നെ ഒരു ദിവസം വരണം എന്നുള്ളൊരു ആഗ്രഹത്തോടു കൂടി ഞാൻ ആ സങ്കടമൊക്കെ കണ്ട് മറന്നു കേട്ടോ. പിന്നെ നമ്മൾ നേരെ പിന്നെ ഫ്രഷ് ആവാൻ വേണ്ടിയിട്ട് പിന്നെ റൂമിലേക്ക് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ റൂമും കാര്യങ്ങളൊക്കെ നമ്മൾ ആദ്യം തന്നെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ റൂമിൽ എത്തിയപാടെ ഭയങ്കര ക്ഷീണം ഉണ്ടായിരുന്നു. അപ്പോൾ കടന്നുറങ്ങാനൊക്കെയാണ് തോന്നിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ നമുക്ക് അതിനുള്ള സമയമോ സന്ദർഭമോ ഒന്നുമല്ല, നമ്മൾ വേറെ പരിപാടിക്കാണല്ലോ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ഫ്രഷൊക്കെ ആയിട്ട് നമ്മൾ നേരെ പിന്നെ പഴയയിടത്തേക്ക് തന്നെ വന്നു കേട്ടോ. നല്ലൊരു സൂപ്പർ സദ്യയൊക്കെ കഴിച്ചിട്ട് പിന്നെ മേക്കപ്പ് ചെയ്യാനുള്ള സമയമായി. അപ്പോൾ മേക്കപ്പ് ചെയ്യുന്നിടത്തേക്ക് പോയി. പിന്നെ അവിടെ നിന്ന് കുറേ നേരം അതിൻ്റെ പിന്നാലൊക്കെ ആയിട്ട് കുറച്ച് തിരക്കായി. അപ്പോൾ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ അരങ്ങേറ്റത്തിന് പോവാം കേട്ടോ. അപ്പോൾ അമ്പലത്തിൻ്റെ അവിടെ ഒന്ന് തൊഴുതിട്ട് പിന്നെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് പിന്നെ സ്റ്റേജ് മില്ലിക്ക് കയറിയിട്ടോ. അപ്പോൾ ചേച്ചിക്ക് ഭയങ്കര പ്രൗഡായ മൊമെൻ്റ് ആയിരുന്നു കേട്ടോ. കാരണം ചേച്ചി ഇതുവരെ വിചാരിച്ചിട്ടില്ല ഇങ്ങനെയൊക്കെ ആവും എന്നൊക്കെ. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് ചേച്ചീൻ്റെ അടുത്ത് ഷെയർ ചെയ്യാനുണ്ടായിട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് അരങ്ങേറ്റമൊക്കെ നല്ല സൂപ്പറായിട്ട് നടന്നു. അതിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ കൊടുത്ത് നമ്മൾ നേരെ പിന്നെ വീട്ടിലേക്ക് കേട്ടോ പോകുന്നത്. വീട്ടിലേക്ക് കൂട്ടാൻ വേണ്ടിയിട്ട് അനിയൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയുള്ള